അതേ ഫ്രണ്ട്, ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഐക്യൂന്റെ iQ15R എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സീല് പോലും പൊട്ടിക്കാത്ത പാക്കാണ് ഫ്രണ്ട്സ്. പുത്തൻ ഫോൺ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത് അൺബോക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫോൺ എങ്ങനെയാണ്, ഫോൺ കാണാൻ എങ്ങനെയുണ്ട്, ഫസ്റ്റ് ഇംപ്രഷൻ എല്ലാം നമ്മൾ നോക്കും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു iQ15R ഗെയിം ടെസ്റ്റ് ആണ്. ഈ ഒരു ഫോണിൽ നമ്മൾ പബ്ജി കളിച്ച് നോക്കുന്നുണ്ട്. എത്ര FPS കിട്ടുന്നുണ്ട്, സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഈ ഒരു ഫോണിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അധികം പറഞ്ഞ സമയം എനിക്ക് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട് അങ്ങ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ അങ്ങ് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് തന്നെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോൺ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ആയിട്ടാണ് ഫ്രണ്ട്സ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ കണ്ടോ, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പൊക്കി ഫോൺ അങ്ങ് ആ റാപ്പ് അങ്ങ് കീറാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനെ അതങ്ങ് പൊക്കാം. വാവ്, ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ഫ്രണ്ട്സ്. സൗണ്ട് കേൾക്കാൻ തന്നെ. ഓക്കെ, ഇതെല്ലാം കളഞ്ഞു. ഇത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഗ്ലേസിംഗ് ഒക്കെ പോയിട്ടാ. പിന്നെ ഒരു മാറ്റ് ഫിനിഷിലാണ് നമ്മുടെ ഈ ഒരു ബോക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് iQ15R എന്ന്. അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു ബ്രാൻഡ് നെയിമും മോഡൽ നെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നോക്കിയ ഫുൾ ഡീറ്റെയിൽസ് ആണ് അതിന്റെ. അത് ഞാൻ കാണിക്കുന്നില്ല, കാരണം IMEI നമ്പർ ഒക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി ഒരു കത്തി എടുക്കണം. നമുക്കിനി ഒരു കത്തി എടുത്തിട്ട് ഇവിടുത്തെ സീലുണ്ട്, ഇതും കൂടി പൊട്ടിക്കണം. ഇതും കൂടി പൊട്ടിച്ചാലാണ് ഫോൺ നമ്മുടെ കൈ കിട്ടുള്ളൂ. കത്തി വരട്ടെ. ഇനി കത്തി എവിടെ കളിയാ കൊണ്ടുവച്ചാ കത്തി തരാൻ ആരും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കത്തി വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, ഹാൻഡിൽ വിത്ത് കെയർ ആണ് ഗൈസ്, അല്ലെങ്കിൽ കൈ മുറിയും. ഓക്കെ, ഇത് പിടിച്ചു. ഓക്കെ, അപ്പൊ നമ്മളിത് കത്തി വെച്ച് അങ്ങ് കട്ട് ചെയ്യുക കേട്ടോ. യെസ്, കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ഇങ്ങനെ അടിയിലോട്ട് വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വരണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. വരണതാണല്ലോ. എനിക്ക് ഏത് കളറാണെന്നൊന്നും ഞാൻ വായിച്ചു നോക്കിയില്ല ഗൈസ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഏത് കളറാണെന്നൊന്നും വായിച്ചു നോക്കിയിട്ടില്ല. നമുക്ക് നോക്കാം ഏത് കളറാണെന്ന്. ഇതിന്റെ വൈറ്റ് ഒരു ചെസ് മോഡൽ ഡിസൈനുള്ള കളർ ഉണ്ട്. അതാണ് ഈ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ബ്ലാക്കും കാണാൻ കൊള്ളാം, പക്ഷെ അതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ സത്യമായിട്ടും ഫോണിന്റെ ഡിസൈൻ നോക്കിയിട്ടില്ല ഏട്ടാ. നമുക്ക് തുറന്നേയും പറയാം. ഓക്കെ, നമ്മുടെ ഫോൺ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫോൺ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫോണാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിലും ഫോണായിരിക്കും ഫസ്റ്റ്, എന്നാലും ഒരു ഗുമ്മിന് പറഞ്ഞാണ്. നമുക്ക് ഫോൺ ആയി തന്നെ എടുത്ത് ഇവിടെ നിന്ന് മാറ്റാം. കളറ് ഞാൻ ഉദ്ദേശിച്ച കളറാണ് ഗൈസ് കിട്ടിയേക്കുണ്ട്, ചെസ് കളർ. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് പിടിച്ചോളിയാ. ഓക്കെ, ഇനി നമ്മൾ ഈ ബോക്സിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയണമല്ലോ. അതും കൂടി നമുക്ക് നോക്കാം. അതേണ്ട് ഗെയിം ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് മാറി, നിങ്ങൾ തന്നെ കണ്ടോ. ഓക്കെ, നമ്മൾ ഇതിങ്ങ് മാറ്റി കഴിയുമ്പോൾ നമുക്കൊരു ക്ലിയർ കേസ് കിട്ടുന്നുണ്ട്, ഐക്യൂന്റെ ഫോണിൽ കിട്ടുന്ന പോലെ തന്നെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു കേസ്. കൊള്ളാല്ലേ, സാധനം നല്ല കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് മാനുവൽ കാർഡും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് വാറന്റി കാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. സാധനം കൊള്ളാം. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ അഡാപ്റ്റർ ആണ് ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ഐക്യൂന്റെ സ്വന്തം അഡാപ്റ്റർ. പിന്നെ ഫ്രണ്ട്സ്, ഇതിൽ 100 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ബോക്സിന്റെ ഉള്ളിൽ. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഫോൺ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ iQ15R. ഈ ഒരു ഡിസൈനാണ് ഫ്രണ്ട്സ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന ഡിസൈൻ. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഇതിന്റെ പുറത്തെത്തി ഒരു പ്ലാസ്റ്റിക് ഒക്കെ അങ്ങ് പീൽ ചെയ്ത് കളയാം. ഓക്കെ മോനെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ iQ15R. കണ്ട, ഈ ഒരു ചെസ് ഡിസൈനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു ഡിസൈൻ. നല്ല രസമുണ്ട് ബാക്ക് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് ഫോൺ ഓൺ ചെയ്യാം. ഞാൻ ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. യെസ്, അങ്ങനെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ സ്പെക്ക് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ചിപ്സെറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റിൽ വരുന്നുണ്ട്. കൂടാതെ UFS 4.1 സ്റ്റോറേജും LPDDR5X അൾട്രാ റാമും വരുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിന്റെ കേസിൽ പേടിക്കേണ്ട, നമ്മൾ സേഫ് ആണ്. സ്പെക്ക് വെച്ചിട്ട് ഗെയിം കളിച്ച് നോക്കിയാലാണ് മൊത്തത്തിൽ മനസ്സിലാവുള്ളൂ. അത് നമുക്ക് നോക്കാം. പിന്നെ ഇത് കൂടാതെ 3.5 മില്യൺ പ്ലസ് ആൻഡ്രോയിഡ് സ്കോറും ഈ ഒരു iQ15R വരുന്നുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഇത് കൂടാതെ ഈ ഒരു ഫോൺ വളരെ കോമ്പാക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്. കയ്യിൽ നല്ല രീതിക്ക് ഒരു ഫോൺ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അതായത് വളരെ വലുതുമല്ല എങ്കിൽ ചെറുതുമല്ല, ഒരു മീഡിയം ലെവൽ. നമുക്ക് കയ്യിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ പിടിച്ച് കൊണ്ടു കിടക്കാനായിട്ട് പറ്റും. ഇനി ഡിസ്പ്ലേ നോക്കിയാൽ 1.5Kയുടെ 144 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. അപ്പൊ ഡിസ്പ്ലേയുടെ കേസിലും നമ്മൾ സേഫ് ആണ് ഈ ഒരു ഫോണിൽ. പിന്നെ ബാറ്ററിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 7600 mAh ബാറ്ററി ഈ ഒരു iQ15R വരുന്നുണ്ട്. പെട്ടെന്നൊന്നും ചാർജ് തീരില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഫോണിൽ ഗെയിം കളിക്കാം. പെട്ടെന്ന് എന്തായാലും ചാർജ് ചെയ്തില്ല, കാരണം 7600 mAh ബാറ്ററി ഉണ്ടല്ലോ. അപ്പോൾ സ്പെക്ക് ഒക്കെ ഇത്ര മതി ഫ്രണ്ട്സ്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പബ്ജി BGMI കളിച്ചു നോക്കാം. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ BGMI ഓപ്പൺ ചെയ്തിട്ടുണ്ട്. BGMIയുടെ സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ
ഈ ഒരു ഫോണിൽ BGMI എത്രത്തോളം നമുക്ക് സെറ്റിംഗ്സ് ഹൈ ആക്കി ഇടാൻ പറ്റും അത്രത്തോളം നമുക്ക് ഈ ഒരു ഫോണിൽ ഹൈ സെറ്റിംഗ്സ് ഇട്ട് ഗെയിം കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയാണ് എങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ്സ് ലാഗ് വലുതും ഫീൽ ചെയ്യുന്നുണ്ടോ ഹീറ്റ് ആവുന്നുണ്ടോന്നൊക്കെ അറിയാനായിട്ട്. നിങ്ങൾക്ക് ഇവിടെ എന്റെ ഗെയിം പ്ലേ കാണാനായിട്ട് സാധിക്കും ഫ്രണ്ട്സ്. ഞാൻ കളിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും ഒരു ലാഗും ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല FPS ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഈ ഒരു ഗെയിം പ്ലേ ഇത്ര സ്മൂത്ത് ആയിട്ടും നല്ല FPS ലാഗ് ഒന്നും ഇല്ലാണ്ട് കളിക്കാൻ പറ്റാനുള്ള കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 ചിപ്സെറ്റ്. അപ്പോൾ പബ്ജിയുടെ കേസിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഫ്രണ്ട്സ്. ഈ ഒരു ഫോണിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പബ്ജി കളിക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളത് ഫോൺ വളരെ ഓവറായിട്ടൊന്നും ഹീറ്റ് ആവുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഹീറ്റിംഗ്. പിന്നെ 7600 mAh ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ കേസിൽ മേടിക്കണോ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഗെയിം കളിക്കുമ്പോൾ ആയാലും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് iQ15R. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് റഫായിട്ട് BGMI ഒന്ന് കളിച്ചു നോക്കിയുള്ളൂ. അതിൽ തന്നെ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇനി നല്ല ഡീപ്പായിട്ട് ഗെയിം പ്ലേ ടെസ്റ്റ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യാം, നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഈ ഒരു iQ15R ഗെയിം ടെസ്റ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഫോൺ എങ്ങനെയുണ്ടെന്ന്. അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു ഫോണിൽ ഗെയിം എല്ലാം നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല കോമ്പാക്റ്റബിളും ആണ്. ബഡ്ജറ്റ് നോക്കുകയാണെങ്കിലും ഭയങ്കര ബഡ്ജറ്റിലേക്ക് പോയിട്ടില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കി ഭയങ്കര ബഡ്ജറ്റിൽ പോയിട്ടില്ല. അത്യാവശ്യം നമുക്ക് ഫീച്ചേഴ്സും അതുപോലെ തന്നെ അത്യാവശ്യം പെർഫോമൻസും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു iQ15R അൺബോക്സിംഗും ഗെയിം ടെസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.